Hi friends, welcome back to another video. In the Short Current Affairs series number 3 ഫെബ്രുവരി 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം തന്നെ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കേണ്ടത്. 2023-24 സ്വരാജ് ട്രോഫി ഫെബ്രുവരി 2025 നൽകിയത്. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലം. കൊല്ലം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. ഇനി മികച്ച ഗ്രാമപഞ്ചായത്താണെങ്കിലോ വെളിയന്നൂർ. കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ് മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം. ഒന്നുകൂടെ നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരവുമാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ചെറുവയൽ രാമൻ ആരാണ്? ചെറുവയൽ രാമൻ വയനാട്ടിലെ ഒരു കർഷകനാണ്. നെൽവിത്തിനങ്ങളുടെ സംരക്ഷണാർത്ഥം പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു കർഷകനാണ് ചെറുവയൽ രാമൻ. ഇദ്ദേഹത്തിന് ഈയിടയ്ക്ക് കേരള കാർഷിക സർവകലാശാല ഒരു പദവി നൽകി ആദരിച്ചു. ഏതാണ് ആ പദവി? പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവി നൽകി മണ്ണുത്തി കേന്ദ്രമായ കേരള കാർഷിക സർവകലാശാല ചെറുവയൽ രാമനെ ആദരിച്ചു. ഓർത്തു വയ്ക്കണം ആ ഒരു പോയിന്റ് കേട്ടോ. ഇനി അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ആർക്ക് ലഭിച്ചു? KP ശങ്കരനാണ് ലഭിച്ചത്. KP ശങ്കരന് ലഭിച്ചു. ഗുരുവായൂർ ദേവസ്വമാണ് ഈ ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത്. KP ശങ്കരനാണ് ലഭിച്ചത്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. മൗലിയാണ് അതിൻ്റെ മാസ്കോട്ട്. മൗലി മാസ്കോട്ട്. അപ്പോൾ ഈ ദേശീയ ഗെയിംസിൻ്റെ ഫസ്റ്റ് വിന്നർ ആരായിരുന്നു? സർവീസസ് ആയിരുന്നു. മിലിറ്ററി ടീമാണ് സർവീസസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം 14ാമത് സ്ഥാനമായിരുന്നു. 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡിലാണ്. അതിൻ്റെ മാസ്കോട്ട് മൗലി ആയിരുന്നു. അതിൻ്റെ വിജയികളായിരുന്നത് സർവീസസ്. മിലിറ്ററി ടീമാണ് സർവീസസ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ സ്ഥാനം 14ാമത് സ്ഥാനമാണ്. ഇനി 39ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയയാണ്. 39ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാകുന്നത് മേഘാലയ. അടുത്ത ചോദ്യം, 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ചത് ബീഹാറാണ് കേട്ടോ. ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച ബീഹാർ. 2025 ഹരിത ബജറ്റ് അവതരിപ്പിച്ചത് രാജസ്ഥാനാണ്. അതുപോലെ സംസ്ഥാനത്തെ സൂ കം സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ്. KSEB മുഖേന പുരപ്പുറങ്ങളിലായിട്ട് സൗരോർജ നിലയങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് സൗര. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? KSEB മുഖേന ഈ പുരപ്പുറങ്ങളിൽ സൗരോർജ നിലയങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതിയാണ് സൗര. ക്ലിയർ ആയല്ലോ. ഇനി AI ഉച്ചകോടി 2025 ഫ്രാൻസിലാണ് നടന്നത്. AI ഉച്ചകോടി 2025 ഫ്രാൻസിലാണ് നടന്നത്. 2026 ഇന്ത്യ ആയിരിക്കും AI ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ക്ലിയർ അല്ലേ? AI ഉച്ചകോടി 2025 നടന്നത് ഫ്രാൻസിലും 2026 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലുമാണേ. സമുദ്രയാൻ പദ്ധതി എന്താണെന്ന് അറിയാലോ? എന്താണ്? സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. ചോദ്യം ഇതാണ്, സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച അന്തർവാഹിനി ഏതാണ്? സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000 എന്നുള്ളതാണ് ഈ സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച അന്തർവാഹിനി. ഓർത്തു വയ്ക്കണേ. അടുത്തൊരു ചോദ്യം നോക്കാം. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്തൊരു ചോദ്യം, സെബിയുടെ ചെയർമാൻ ആരാണ്? എന്താണ് സെബി? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി. സെബിയുടെ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് മിത്ര. സെബിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര് മിത്ര എന്നാണ്.
അടുത്തൊരു ചോദ്യം, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. എന്താണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്? അതായത് ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ മാതൃകയിൽ വരുന്ന ഒരു അന്താരാഷ്ട്ര വേദിയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന ഒരു അന്താരാഷ്ട്ര വേദിയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. നമുക്കറിയാം, പൊതുവിദ്യാലയങ്ങളിൽ 4ാം ക്ലാസ്സിൽ പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് LSSും അതുപോലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് USS പരീക്ഷയും നടത്താറുണ്ട് അല്ലെ, ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ്. ഇനി അതിൻ്റെ പേര് മാറുകയാണ്. LSS എന്നും USS ഒന്നും അല്ല ഇനി അത് അറിയപ്പെടുക, CM കിഡ് എന്നാണ് അതിൻ്റെ പുതിയ പേര്. എന്താണ് CM കിഡിൻ്റെ ഫുൾ നെയിം? ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ഡെലിജൻസ് സ്കോളർഷിപ്പ് എന്നാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ഡെലിജൻസ് സ്കോളർഷിപ്പ് എന്ന പേരിലേക്ക് LSS USS സ്കോളർഷിപ്പ് പരീക്ഷകൾ മാറി. CM കിഡ് അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ഡെലിജൻസ് സ്കോളർഷിപ്പ് എന്നാക്കി പേര് മാറ്റുകയാണ്. DDAD എന്താണ്? DDAD എന്നാൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്റർ ആണ്. എന്ന് വെച്ചാൽ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കേരള പോലീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാൻ വേണ്ടിയിട്ടും സുരക്ഷിതമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് DDAD. 37ാമത് കേരള കോൺഗ്രസ് വേദി എവിടെയായിരുന്നു? 37ാമത് കേരള കോൺഗ്രസ് വേദി തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ. 37ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ തീം എന്തായിരുന്നു? ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം. ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നതായിരുന്നു 37ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ തീം എന്ന് പറയുന്നത്. വേദിയായിരുന്നത് തൃശ്ശൂരാണ്. ഈ കേരള സയൻസ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം S സോമനാഥിന് നൽകിയത്. ക്ലിയർ ആയല്ലോ? 2023 കേരള ശാസ്ത്ര പുരസ്കാരം S സോമനാഥിന് സമ്മാനിച്ചത് ഈ ഒരു വേദിയിൽ വെച്ചിട്ടാണ്. ആരാണ് നമ്മുടെ സോമനാഥ്? S സോമനാഥ് ISROയുടെ മുൻ ചെയർമാൻ ആയിരുന്നു അല്ലേ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് നിലവിൽ ISROയുടെ ചെയർമാൻ. പിന്നെ S സോമനാഥുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വിവാദമായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിന്റെ പേര് കൂടി ഓർത്ത് വെക്കുക. എന്താണ്? നിലാവ് കുടിച്ച സിംഹങ്ങൾ. ആ പുസ്തകം വിവാദമായതിനെ തുടർന്ന് അതിൻ്റെ പബ്ലിക്കേഷൻ പിൻവലിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നോക്കുക, 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂരായിരുന്നു. അതിൻ്റെ തീം ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നുള്ളതാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് S സോമനാഥനാണ്. ഈ ഒരു വേദിയിൽ വെച്ചിട്ടാണ് ആ ഒരു പുരസ്കാരം നൽകിയത്. ഓക്കെ, ഇനി നമ്മുടെ സോമനാഥിൻ്റെ വിവാദമായിട്ടുള്ള പുസ്തകമായിരുന്നു നിലാവ് കുടിച്ച സിംഹങ്ങൾ. നിലവിൽ ISRO ചെയർമാൻ ഡോക്ടർ V നാരായണനാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. പോക്സോ നിയമം നമ്മൾ പഠിക്കുന്നതാണ്. പോക്സോ നിയമവുമായി ചേർത്ത് വെച്ച് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. 2024 ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? 2024 ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. സെക്കൻഡ് പ്ലേസ് മലപ്പുറം. മലപ്പുറത്താണ് 2ാമത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ നോക്കാം. കെയർ FM 89.6. കെയർ FM 89.6 എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെയർ FM 89.6. കെയർ FM 89.6. ഇനി കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളം ഏതാണ്? കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യ സോളാർ വള്ളമാണ് കതിരവനാണ് കേട്ടോ. കതിരവൻ ഒരു ഫിലിമുണ്ട് അല്ലേ. അത് ആരുടെ, ഏത് നവോത്ഥാന നായകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിലിമാണ് കതിരവൻ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണേ. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ്? കതിരവൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നിലവിൽ RBI ഗവർണർ ആരാണ്? നിലവിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് RBI ഗവർണർ. 25ാമത് RBI ഗവർണർ ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ശക്തികാന്ത ദാസിന് പകരമാണ് ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര സ്ഥാനമേറ്റിരിക്കുന്നത്. ശക്തികാന്ത ദാസ് എവിടെ പോയി? ശക്തികാന്ത ദാസ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായി.
പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ള മുൻ RBI ഗവർണർ ആരാണ്? ചോദ്യസാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ശക്തികാന്ത ദാസ് ആണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ള മുൻ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സംയോജിത കാരവൻ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ സംയോജിത കാരവൻ പാർക്കാണ് കാവ ഇക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക്. എവിടെയാണ്? മലമ്പുഴ. കാവ ഇക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക് മലമ്പുഴ കേരളത്തിലെ ആദ്യത്തെ സംയോജിത കാരവൻ പാർക്കാണ്. ഒരു ചോദ്യം, മാണിക്യവാസകം ഏതു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? മാണിക്യവാസകം ഏതു മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്? മേഖല ഏതാണ്? ശാസ്ത്രമാണ്. അതായത് നമ്മുടെ ആപ്പിൾ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായിട്ടുള്ള ആപ്പിൾ. ഈ ആപ്പിളിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു മാണിക്യവാസകം. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായിട്ടുള്ള ആപ്പിളിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു മാണിക്യവാസകം. ചോദിക്കാം, മാണിക്യവാസകം ഏതു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഏതാണ് മേഖല? ശാസ്ത്രമാണ്. നദികളെയും തണ്ണീർത്തടങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പശ്ചിമ ബംഗാൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നോഡി ബന്ധൻ പദ്ധതി. 2025-26 ബജറ്റ്, അതായത് പശ്ചിമ ബംഗാളിലെ ആ ഒരു ബജറ്റ് അനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് നോഡി ബന്ധൻ പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ്? നദികളെയും തണ്ണീർത്തടങ്ങളെയും ബന്ധിപ്പിച്ച് ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. പശ്ചിമ ബംഗാളിലെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന 2025-26 പദ്ധതി, ഒരു ബജറ്റിലൂടെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഈ നോഡി ബന്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നദികളെയും തണ്ണീർത്തടങ്ങളെയും ബന്ധിപ്പിച്ച് ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് കൂടാതെ മറ്റു പല ഉദ്ദേശങ്ങളും ഈ ഒരു പദ്ധതിക്കുണ്ട്. ഇക്കണോമിക് ബെനിഫിറ്റ്, അതുപോലെ ഗംഗാ നദിയുടെയും പത്മ നദിയുടെയും ഭാഗത്തുള്ള ഇറോഷൻസ് തടയാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഫ്ലഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ വെസ്റ്റ് ബംഗാളിൻ്റെ നോഡി ബന്ധൻ പദ്ധതി എന്നത്. ഓർത്ത് വയ്ക്കണം. അടുത്ത ചോദ്യം, പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ഫാക്റ്റാണ്. പൗരത്വം നേടുന്നതിന് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല എന്ന പുതിയ വ്യവസ്ഥ ഇറക്കിയ രാജ്യമാണ് ഒമാൻ. പൗരത്വം നേടുന്നതിന് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല എന്ന പുതിയ വ്യവസ്ഥ കൊണ്ടുവന്ന രാജ്യമാണ് ഒമാൻ. അതുപോലെ 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ദുബായ്. അപ്പോൾ ഇന്ത്യ അവിടെ എയിം ചെയ്തത് എന്തായിരുന്നു? ഈ ഒരു ഉച്ചകോടിയിൽ ഇന്ത്യ എയിം ചെയ്തത് ഹരിത വളർച്ചയും കാലാവസ്ഥ പ്രതിരോധവും എന്ന സബ്ജക്റ്റിനായിരുന്നു ഇന്ത്യ ശ്രദ്ധ കൊടുത്തിരുന്നത്. ഹരിത വളർച്ചയും കാലാവസ്ഥ പ്രതിരോധവും. ചോദ്യം ഇതാണ്, 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ദുബായ് ആണ്. സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്. ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഹെൽത്തി പ്ലേറ്റ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഹെൽത്തി പ്ലേറ്റ് എന്ന പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. നമ്മൾ ന്യൂ SCERTയിൽ ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്, ഫുഡ് പ്ലേറ്റ്. 6th സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു. ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. എന്താണ് ഫുഡ് പ്ലേറ്റ്? ഒരു പ്ലേറ്റ് എടുത്താൽ അതിൻ്റെ ഹാഫ് പോർഷൻ വെജിറ്റബിൾസും ബാക്കി ഹാഫ്, അല്ലേ, നമ്മൾ കഴിക്കേണ്ട ആ ഒരു ഫുഡിൻ്റെ പ്രൊപ്പോർഷൻ പറയുന്നതാണ് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഹെൽത്തി പ്ലേറ്റ് ആണ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഹെൽത്തി പ്ലേറ്റ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയാണ് ചോദിക്കുന്നത്, മലപ്പുറം ജില്ല. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേരെന്താണെന്നാണ് ചോദ്യം. വിജയ് ദുർഗ് ആണ്. വിജയ് ദുർഗ്. എന്താണ് ഈ ഫോർട്ട് വില്യം എന്ന് പറയുന്നത്? കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയിലുള്ള പ്ലേസ് ആണ്. കരസേനയുടെ കിഴക്കൻ മേഖലയിലെ ആസ്ഥാനമാണ് ഈ ഫോർട്ട് വില്യം. അത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ ഈ ഫോർട്ട് വില്യത്തിൻ്റെ പേര് മാറ്റി ഇനി എന്താണ്? വിജയദുർഗ് എന്ന പേരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വിജയദുർഗ് എന്നുള്ളതാണ് പുതിയ പേര്. ഇനി UN അന്താരാഷ്ട്ര കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ്. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്ക. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്കയാണ്. മറ്റൊരു ചോദ്യം, കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച
സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാണ്? കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് ഷൈനി വിൽസൺ. ഈ സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യ നിലവിൽ ആരാണ്? കേന്ദ്ര യുവജന കായികകാര്യ മന്ത്രിയാണ്. മൻസുഖ് മാണ്ഡവ്യയാണ് സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ചോദ്യം എന്താണ്? കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാണ് എന്നാണ് ചോദ്യം. ഷൈനി വിൽസൺ ആണ് ഉത്തരം. ഷൈനി വിൽസൺ. MT സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? MT വാസുദേവൻ നായരുടെ സ്മാരകം നിലവിൽ വരുന്നത് തിരൂർ, മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് MT സ്മാരകം നിലവിൽ വരുന്നത്. ഗതാഗതം നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ? അപ്പൊ ഗതാഗതത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത് റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണത്താണ്. രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത് റെയിൽവേ സോണിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം വിശാഖപട്ടണം. അല്ലെങ്കിൽ നിലവിൽ എത്ര റെയിൽവേ സോണുകൾ ഉണ്ട് എന്ന് ചോദിക്കാം. 19 റെയിൽവേ സോണുകളാണ്. അപ്പോൾ രാജ്യത്ത് നിലവിൽ വരുന്ന 19ാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. അതിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. 78ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 78ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കൾ കേരളമാണ്. ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കേരളം 78ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കളായി മാറിയത്. കേരളമാണ് ജേതാക്കൾ എന്നുള്ളത് കൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം, ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിൻ വിമാനം ഏതാണ്? ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിൻ വിമാനമാണ് യശസ് HJT-36. HJT-36 ആണ് ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിൻ വിമാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാബലേശ്വർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് മഹാബലേശ്വർ. അടുത്തത് മിലാപ്പ് എന്താണ്? ഒരു പദ്ധതിയാണ്. എന്ന് വെച്ചാൽ മൈഗ്രന്റ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം ആണ്. അതിഥി തൊഴിലാളികൾ, മൈഗ്രന്റ് ലേബേഴ്സ് ഉദ്ദേശിക്കുന്നത് അതിഥി തൊഴിലാളികളാണ്. അപ്പോൾ ഈ അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അഗ്നി രക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയാണ്. അഗ്നിരക്ഷാസേനയുടെ പദ്ധതിയാണ് മിലാപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ട്. മിലാപ്പിന്റെ ഫുൾ ഫോം എന്താണ്? മൈഗ്രന്റ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഇനി വെള്ളക്കടുവയുടെ പ്രജനന കേന്ദ്രം എവിടെയാണ്? വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വന്നത് മധ്യപ്രദേശ്. അതുപോലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ്. ഗുജറാത്താണ് അതിന്റെ ആസ്ഥാനം. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ സഹകരണ മ്യൂസിയം കൂടിയാണ് ഈ കോഴിക്കോടുള്ളത്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം കോഴിക്കോട്, ലോകത്തിലെ 2ാമത്തെ സഹകരണ മ്യൂസിയം കോഴിക്കോട്. ആദ്യ സഹകരണ സർവകലാശാല ചോദിച്ചാൽ ത്രിഭുവൻ സഹകാരി സർവകലാശാല, ഗുജറാത്താണ് അതിന്റെ ആസ്ഥാനം. ശുഭാംശു ശുക്ല ആരാണ്? ബഹിരാകാശത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഗഗൻയാൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണല്ലേ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം ഒരു 3-4 ദിവസം മുന്നെയാണ് പോയത്. പോയ ഡേറ്റിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. ആക്സിയം 4 എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എലോൺ മസ്കിൻ്റെ ഈ സ്പേസ് എക്സ് ആണ് നമ്മൾ ശുഭാംശു ശുക്ലയെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓർത്ത് വയ്ക്കുക, ആ ഒരു ദൗത്യത്തിൻ്റെ പേര് ആക്സിയം 4 അല്ലെങ്കിൽ AX4 എന്നൊക്കെയാണ് ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് ക്ലിക്ക്?
KLICK. അതിൻ്റെ ഫുൾ ഫോം എങ്ങനെയാണ്? കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ്. കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് എന്നാണ്. അതൊരു സർക്കാരിൻ്റെ പോർട്ടലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമി വാങ്ങാനും വിൽക്കാനും അല്ലെങ്കിൽ ലീസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സർക്കാർ പോർട്ടലാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. ക്ലിക്ക് 2025-26 നമ്മുടെ കേരള ബജറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ ക്ലിക്ക് എന്ന് പറയുന്നത്. 2025-26 സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? KN ബാലഗോപാലാണ്. KN ബാലഗോപാലിൻ്റെ 5ാമത്തെ ബജറ്റാണ് അല്ലേ. സിറ്റിസൺസ് ബജറ്റ് എന്നാണ് ഇതിനെ പേരിട്ട് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ 2025 ഫെബ്രുവരി 7 സംസ്ഥാന ബജറ്റ്, കേരള ബജറ്റ് അവതരിപ്പിച്ചത് അല്ലേ. അതുപോലെ ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതെന്താണ്? വയോജനങ്ങളുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. ന്യൂ ഇന്നിങ്സ് എന്നത് വയോജനങ്ങളുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഫെബ്രുവരി 4 നമുക്കറിയാം എന്താണ്? വേൾഡ് ക്യാൻസർ ഡേ ആണ്. വേൾഡ് ക്യാൻസർ ഡേ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മളുടെ വേൾഡ് ക്യാൻസർ ഡേയുടെ തീം എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതായിരുന്നു. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് 2025 വേൾഡ് ക്യാൻസർ ഡേയുടെ തീം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണ പരിപാടി വന്നിരുന്നു. അതിൻ്റെ പേരെന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളതായിരുന്നു വേൾഡ് ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണ പരിപാടിയായിരുന്നു. ഈ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നു മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ നടത്തിയ ഒരു ടോക്കൊക്കെ അന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറലായിരുന്നു അല്ലേ. എന്തായിരുന്നു? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യരാണ്. 2025 എൻ്റെ തീം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക കേട്ടോ. 2025 ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതകൾ ഏറെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലുള്ളത്. ഓഡിയോ ക്ലാസ്സുകളായിട്ടാണ് നൽകുന്നത്. നിങ്ങളത് 2 or 3 പ്രാവശ്യം XX സ്പീഡിലിട്ട് കേൾക്കുക. കഴിയുന്നവരെല്ലാം നോട്ട് എഴുതി തന്നെ പഠിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്സും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.